ഓം ശാന്തി. 24/8/2026 പ്രഭാത മുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, സുഖം തരുന്ന ബാബയെ വളരെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ. ഓർമ്മിക്കാതെ സ്നേഹമുണ്ടാവുകയില്ല. ചോദ്യം: ബാബ കുട്ടികൾക്ക് ദിവസവും ഓർമ്മയുടെ അഭ്യാസം ചെയ്യുന്നതിന്റെ സൂചന എന്തുകൊണ്ടാണ് നൽകുന്നത്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ ഓർമ്മയിലൂടെ മാത്രമേ ആത്മാവ് പാവനമായി മാറൂ. ഓർമ്മയിലൂടെ മാത്രമേ പൂർണ്ണമായ സമ്പത്തെടുക്കാൻ സാധിക്കൂ. ആത്മാവിന്റെ എല്ലാ ബന്ധനവും അവസാനിക്കും. വികർമ്മങ്ങളിൽ നിന്നും മുക്തമാകും. ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടും. എത്ര ഓർമ്മിക്കുന്നുവോ അത്രയും സന്തോഷം ഉണ്ടാകും. ലക്ഷ്യം സമീപത്തിൽ അനുഭവമാകും. ഒരിക്കലും ക്ഷീണിക്കുകയില്ല. പരിധിയില്ലാത്ത സുഖം നേടും. അതുകൊണ്ട് ഓർമ്മയുടെ അഭ്യാസം തീർച്ചയായും ചെയ്യണം. ഗീതം: കുട്ടിക്കാലത്തെ ദിനങ്ങൾ മറക്കരുത്. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾക്ക് ഗീതത്തിന്റെ വരിയുടെ അർത്ഥം മനസ്സിലായോ? ഇപ്പോൾ ജീവിച്ചിരിക്കെ നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടേതായി മാറിയിരിക്കുകയാണ്. മുഴുവൻ കൽപ്പത്തിലും പരിധിയുള്ള അച്ഛൻ്റേതാകുന്നു. സത്യുഗത്തിലും പരിധിയുള്ള അച്ഛൻ്റേത് ആകുന്നു. ഇപ്പോൾ കേവലം നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾ പരിധിയില്ലാത്ത ബാബയുടേതായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അഥവാ ബാബയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ സമ്പത്ത് ലഭിക്കാൻ സാധിക്കില്ല. ധനവും വേണം, ശാന്തിയും വേണം, നിരോഗിയായ ശരീരവും വേണം. നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ ലോകത്തിൽ ഇന്നെന്താണ്, നാളെ എന്താകും. വിനാശമാണെങ്കിൽ മുന്നിൽ നിൽക്കുകയാണ്. വേറെ ആരുടെ ബുദ്ധിയിലും ഈ കാര്യങ്ങളില്ല. അഥവാ മനസ്സിലാക്കുകയാണ് വിനാശം മുന്നിൽ നിൽക്കുകയാണ് എന്ന്. അപ്പോൾ എന്ത് ചെയ്യണം ഇതറിയുകയില്ല. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി, എപ്പോഴെങ്കിലും യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അല്പം തീപ്പൊരി വീഴുമ്പോഴേക്കും ആളിക്കത്തും. ഇങ്ങനെയാണ് തോന്നുന്നത്. താമസമുണ്ടാകില്ല. മുൻപും ചെറിയൊരു കാര്യത്തിനു വേണ്ടി എത്ര വലിയ യുദ്ധമാണ് ഉണ്ടായത്. കുട്ടികൾക്കറിയാം, പഴയ ലോകം അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കണം. ബാബയെ സദാ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ ഹർഷിതരായിരിക്കാം. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ തന്നെയാണ് ഈ സന്തോഷം നഷ്ടമാകുന്നത്. ദേഹി അഭിമാനിയായി മാറണമെങ്കിൽ ബാബയെ ഓർമ്മിക്കണം. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ ബാബയെ മറന്ന് ദുഃഖമെടുക്കുകയാണ്. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് സുഖമെടുക്കാം. ഇവിടെ നിങ്ങൾ വന്നത് തന്നെ ഇതുപോലെ ലക്ഷ്മി നാരായണനായി മാറാനാണ്. രാജാവും റാണിയും പ്രജയുടെ ജോലിക്കാരനും വളരെ വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോഴത്തെ പുരുഷാർത്ഥം പിന്നീട് കൽപ്പകൽപ്പാന്തരത്തേക്ക് വേണ്ടി സ്ഥിരമാകുന്നു. അവസാനം എല്ലാവർക്കും സാക്ഷാത്കാരം ഉണ്ടാകും. നമ്മൾ എത്ര പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ബാബ പറയുകയാണ്, തന്റെ അവസ്ഥയെ നോക്കിക്കൊണ്ടിരിക്കൂ. മധുരത്തിലും മധുരമായ ബാബ ആരിൽ നിന്നാണോ സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നത് അവരെ നമ്മൾ എത്ര ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങളുടെ മുഴുവൻ ആധാരവും ഓർമ്മയിൽ തന്നെയാണ്. എത്ര ഓർമ്മിക്കുന്നുവോ അത്രയും സന്തോഷമുണ്ടാകും. മനസ്സിലാക്കും, അത്രമാത്രം ഇപ്പോൾ സമീപത്ത് എത്തിയിരിക്കുകയാണ്. ചിലർ ക്ഷീണിച്ചു പോകുന്നു. അറിയില്ല ലക്ഷ്യം എത്ര ദൂരെയാണ്. എത്തുകയാണെങ്കിൽ പരിശ്രമവും സഫലമാകും. ലോകത്തിലുള്ളവർക്ക് ഇതുപോലും അറിയില്ല ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നതെന്ന്. പറയുന്നുമുണ്ട്, അല്ലയോ ഭഗവാനെ. എന്നിട്ട് പറയുന്നു, കല്ലിലും തൂണിലും ഉണ്ടെന്ന്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി, നമ്മൾ ബാബയുടേതായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ബാബയുടെ തന്നെ നിർദ്ദേശത്തിലൂടെ നടക്കണം.
അഥവാ വിദേശത്താണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ടും കേവലം ബാബയെ ഓർമ്മിക്കണം. നിങ്ങൾക്ക് ശ്രീമതമാണെങ്കിൽ ലഭിച്ചിട്ടുണ്ട്. ബാബയുടെ ഓർമ്മയിലൂടെയല്ലാതെ ആത്മാവിന് തമോപ്രധാനത്തിൽ നിന്ന് സതോപ്രധാനമായി മാറാൻ സാധിക്കില്ല. നിങ്ങൾ പറയുകയാണ്, ബാബ, ഞങ്ങൾ അങ്ങയിൽ നിന്ന് പൂർണ്ണമായും സമ്പത്തെടുക്കും. എങ്ങനെയാണോ നമ്മുടെ ബാബ സമ്പത്തെടുക്കുന്നത്, നമ്മളും പുരുഷാർത്ഥം ചെയ്ത് അവരുടെ സിംഹാസനത്തിൽ തീർച്ചയായും ഇരിക്കും. മമ്മയും ബാബയും രാജരാജേശ്വരൻ രാജരാജേശ്വരിയായി മാറുന്നു. അപ്പോൾ നമ്മളും മാറും. പരീക്ഷയാണെങ്കിൽ എല്ലാവർക്കും ഒന്നു തന്നെയാണ്. നിങ്ങൾക്ക് വളരെയധികം പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. കേവലം ബാബയെ ഓർമ്മിക്കൂ. ഇതിന് സഹജ രാജയോഗ ബലം എന്ന് പറയപ്പെടുന്നു. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്, യോഗത്തിലൂടെ വളരെയധികം ബലം ലഭിക്കുന്നു. നമ്മൾ എന്തെങ്കിലും വികർമ്മം ചെയ്യുകയാണെങ്കിൽ വളരെയധികം ശിക്ഷ ലഭിക്കും. പദവി ഭ്രഷ്ടമാകും. ഓർമ്മയിൽ തന്നെയാണ് മായ വിഘ്നമിടുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ പാവന ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര് ബ്രാഹ്മണനായി മാറുന്നുവോ അവരെ നിമിത്തമായി മാറൂ. ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണനായി മാറാതെ നിങ്ങൾക്ക് ബാബയിൽ നിന്ന് സമ്പത്തെടുക്കാൻ സാധിക്കില്ല. ബാബ കുട്ടികളെ രചിച്ചിരിക്കുന്നത് തന്നെ സമ്പത്ത് തരുന്നതിന് വേണ്ടിയാണ്. ശിവബാബയുടേതാണെങ്കിൽ നമ്മൾ തന്നെയാണ്. ശിവബാബ പുതിയ സൃഷ്ടി രചിക്കുന്നു, കുട്ടികൾക്ക് സമ്പത്ത് നൽകുന്നതിന് വേണ്ടി. ശരീരധാരികൾക്ക് തന്നെയാണ് സമ്പത്ത് നൽകുക. ആത്മാക്കളാണെങ്കിൽ മുകളിലാണ് ഇരിക്കുന്നത്. അവിടെയാണെങ്കിൽ സമ്പത്ത് അഥവാ പ്രാലബ്ധത്തിന്റെ കാര്യമില്ല. നിങ്ങളിപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് പ്രാലബ്ധം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തിന് അറിയില്ല. ഇപ്പോൾ സമയം സമീപത്ത് വന്നിരിക്കുകയാണ്. തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നയാൾ അഥവാ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ അവരെ ഉടൻ തുരത്തും. തുരത്തുന്നതിന്റെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബുകൾ മുതലായ ഒന്നും സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല. തയ്യാറെടുപ്പുകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സമയത്ത് പാകിസ്ഥാൻ, ഹിന്ദുസ്ഥാൻ ഉണ്ടായിരുന്നു. എഴുതിയിട്ടുണ്ട്, യവനരുടെ യുദ്ധമാണ്, പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധമല്ല. യവനന്മാർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോംബുകളും തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ ബാബ നമുക്ക് ആജ്ഞ തരികയാണ്, എന്നെ ഓർമ്മിക്കൂ. ഇല്ല എങ്കിൽ അവസാനം വളരെയധികം കരയേണ്ടി വരും. പരീക്ഷയിൽ തോറ്റുപോകുമ്പോൾ ദേഷ്യത്തിൽ പോയി മുങ്ങി മരിക്കുന്നു. ഇവിടെ ദേഷ്യത്തിന്റെ ഒന്നും കാര്യമില്ല. അവസാനം നിങ്ങൾക്ക് ഒരുപാട് സാക്ഷാത്കാരം ഉണ്ടാകും. നമ്മൾ എന്തെല്ലാമായി മാറും അതും അറിയാൻ കഴിയും. ബാബയുടെ ജോലിയാണ് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുക. പറയുന്നു, കുട്ടികളെ, കർമ്മം ചെയ്തും ഓർമ്മിക്കണം. മറക്കുകയാണ് അഥവാ സമയം കിട്ടുന്നില്ല എങ്കിൽ ശരി, ഇരിക്കൂ. ബാബയെ ഓർമ്മിക്കൂ. പരസ്പരം കാണുകയാണെങ്കിലും ഈ പരിശ്രമം ചെയ്യൂ. നമ്മൾ ബാബയെ ഓർമ്മിക്കാം. ഒരുമിച്ചിരിക്കുന്നതിലൂടെ നിങ്ങൾ നന്നായി ഓർമ്മിക്കും. സഹായം ലഭിക്കും. മുഖ്യമായ കാര്യമാണ് ബാബയെ ഓർമ്മിക്കുക. ഇവിടെ വരികയോ വരാതിരിക്കുകയോ ചെയ്യൂ. ചിലർ വിദേശത്തേക്ക് പോകുന്നു, പിന്നീട് വരാനേ സാധിക്കില്ല. അവിടെയും കേവലം ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കൂ. ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറൂ. ബാബ പറയുന്നു, കേവലം ഒരു കാര്യം ഓർമ്മിക്കൂ, ബാബയെ മാത്രം ഓർക്കണം. ബാബ പറയുന്നു, മന്മന ഭവ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വിശ്വത്തിന്റെ അധികാരിയായി മാറും. മുഖ്യ കാര്യം ഓർമ്മയുടേതാണ്. എവിടെയും പോകുന്നതിന്റെ കാര്യമില്ല. വീട്ടിലിരിക്കൂ, കേവലം ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. പാവനമായി മാറിയില്ലെങ്കിൽ ഓർമ്മിക്കാൻ സാധിക്കില്ല. എല്ലാവരും ക്ലാസ്സിൽ വന്ന് പഠിക്കും എന്നൊന്നുമില്ല. മന്ത്രം എടുത്തു പിന്നെ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. സതോ പ്രധാനമായി മാറുന്നതിന്റെ വഴി ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്.
അല്ലെങ്കിൽ സെന്ററിൽ വരുന്നതിലൂടെ പുതിയ പുതിയ പോയിന്റുകൾ കേട്ടുകൊണ്ടിരിക്കാം. ബാബ പറയുന്നു, നഷ്ടമില്ല. എവിടെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ ഓർമ്മയിൽ ഇരിക്കൂ. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഓർമ്മയിൽ ഇരിക്കൂ. മറ്റുള്ളവരോടും ഇത് പറയൂ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാവുകയും ദേവതയായി മാറുകയും ചെയ്യും. അക്ഷരം തന്നെ വ്യത്യസ്തമാണ്. ബാബ പറയുന്നു, ഈ കുട്ടിക്കാലം മറക്കരുത്. ഇന്ന് ചിരിക്കും, നാളെ കരയേണ്ടി വരും. അഥവാ ബാബയെ മറന്നു എങ്കിൽ ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്തെടുക്കണം. ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്, സ്വർഗത്തിലാണെങ്കിലും പോകുമല്ലോ, അപ്പോൾ ഭാഗ്യത്തിലുള്ളതുപോലെ മതി. അതിനെ ആരും പുരുഷാർത്ഥം ചെയ്യലെന്ന് പറയുകയില്ല. മനുഷ്യർ പുരുഷാർത്ഥം ചെയ്യുന്നത് തന്നെ ഉയർന്ന പദവി നേടുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ബാബയുടെ അടുത്ത് നിന്ന് ഉയർന്ന പദവി ലഭിക്കുകയാണ് എന്നതിനാൽ എന്തിന് തെറ്റ് ചെയ്യണം? സ്കൂളിൽ ആരാണോ പഠിക്കാത്തത്, അപ്പോൾ പഠിച്ചവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരും. ബാബയെ പൂർണ്ണമായും ഓർമ്മിക്കുന്നില്ല എങ്കിൽ പ്രജയുടെയും ജോലിക്കാരനാകേണ്ടി വരും. ഇതിൽ സന്തോഷമുണ്ടാവുകയില്ല. അതിനാൽ ബാബ മനസ്സിലാക്കി തരികയാണ്, മധുരമധുരമായ കുട്ടികളെ, സന്മുഖത്ത് റിഫ്രഷ് ആകാൻ പോകണം. ചില ബന്ധനസ്ഥരായ സ്ത്രീകൾ വീട്ടിലിരുന്നും ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പ്രശ്നമില്ല. നിങ്ങൾക്ക് എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. മരണം മുന്നിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ യുദ്ധം ആരംഭിക്കും. പരസ്പരം പറയുകയാണ്, കുറച്ചെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും. ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, ബോംബുകളുടെ അഹങ്കാരം ഒരുപാടുണ്ട്. ബാബ പറയുന്നു, കുട്ടികൾ ഇപ്പോഴും യോഗബലത്തിൽ സമർത്ഥരല്ല. യുദ്ധമുണ്ടാകട്ടെ? അങ്ങനെയല്ല. പക്ഷെ ഡ്രാമയനുസരിച്ച് അങ്ങനെ ഉണ്ടാവുകയില്ല. കുട്ടികൾ പൂർണ്ണ സമ്പത്തെടുത്തിട്ടില്ല. അതിനാൽ നിശ്ചയമുണ്ടാകുന്നു, ഈ യുദ്ധമുണ്ടായാലും അതും അവസാനിക്കും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ രാജധാനി സ്ഥാപനയായിട്ടില്ല. സമയം വേണം. പുരുഷാർത്ഥം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയില്ല ഏത് സമയം വേണമെങ്കിലും എന്തും സംഭവിക്കുമെന്ന്. വിമാനം, ട്രെയിൻ എന്നിവ തകരുന്നു. മരണം എത്ര സഹജമായാണ് മുന്നിൽ നിൽക്കുന്നത്. ഭൂമിയും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജോലി ഭൂമികുലുക്കത്തിനാണ് ചെയ്യേണ്ടത്. എന്നാൽ വിനാശമാകുന്നതിന് മുൻപ് ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്തെടുക്കണം. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. ബാബ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരാളില്ല. കേവലം ബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. എത്ര സഹജമായ രീതിയിലാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതും ചെറിയ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ. വേറെ ഒരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. കേവലം ഓർമ്മിക്കൂ. കാമചിതയിലിരുന്ന് നിങ്ങൾ വെന്തു മരിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ ജ്ഞാനചിതയിലിരുന്ന് പവിത്രമായി മാറൂ. നിങ്ങളോട് ചോദിക്കുകയാണ്, താങ്കളുടെ ഉദ്ദേശ്യം എന്താണ്? പറയൂ. ആരാണോ എല്ലാവരുടെയും അച്ഛൻ, അവർ പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാവുകയും തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറുകയും ചെയ്യും. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, കേവലം എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ കറ ഇളകിപ്പോകും. സന്ദേശം ഇത്രയാണെങ്കിൽ നൽകാൻ സാധിക്കുമല്ലോ. സ്വയം ഓർമ്മിക്കൂ, അപ്പോൾ മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കാൻ സാധിക്കും. മറ്റുള്ളവരോട് താൽപര്യത്തോടെ പറയും. ഇല്ല എങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരികയില്ല. ബാബ പറയുന്നു, എവിടെയാണെങ്കിലും എത്ര സാധിക്കുമോ കേവലം ഓർമ്മിക്കൂ. വേണമെങ്കിൽ കുറച്ച് ഭക്ഷണപാനീയം മുതലായവയുടെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. വസിക്കേണ്ടത് വീട്ടിൽ തന്നെയാണ്. വീട്ടിലിരുന്നും ബാബയെ ഓർമ്മിക്കൂ. ആരെ കണ്ടാലും അവർക്ക് ഇതേ പഠിപ്പ് നൽകൂ. മരണം മുന്നിൽ നിൽക്കുകയാണ്. ബാബ പറയുന്നു, നിങ്ങൾ എല്ലാവരും തമോപ്രധാന പതീതരായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ, പവിത്രമായി മാറൂ. ആത്മാവ് തന്നെയാണ്
പതീതമായി മാറിയിരിക്കുന്നത്. സത്യയുഗത്തിൽ പാവന ആത്മാവായിരിക്കും. ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ ആത്മാവ് പാവനമായി മാറൂ. അല്ലാതെ വേറെ ഒരു ഉപായവുമില്ല. ഈ സന്ദേശം എല്ലാവർക്കും നൽകുകയാണെങ്കിൽ അനേകരുടെ മംഗളം ചെയ്യാം. വേറെ ഒരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. പുരുഷോത്തമ മാസത്തിൽ പോയി മനസ്സിലാക്കി കൊടുക്കൂ, ഏറ്റവും വലിയ പുരുഷോത്തമൻ ആരാണ്. സത്യയുഗ ആദിയിൽ ഈ ലക്ഷ്മി നാരായണൻ പുരുഷോത്തമനായിരുന്നു. ഇവരെ ഇങ്ങനെ പുരുഷോത്തമനാക്കി മാറ്റുന്ന, അർത്ഥം സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നത് ബാബയാണ്. എല്ലാ ആത്മാക്കളെയും പാവനമാക്കി മാറ്റുന്നത് ഒരേ ഒരു ബാബ തന്നെയാണ്. ഏറ്റവും ഉത്തമത്തിലും ഉത്തമ പുരുഷനാക്കി മാറ്റുന്നത് ബാബയാണ്. ആരാണോ പൂജ്യരായിരുന്നവർ അവരാണ് വീണ്ടും പൂജാരിയായി മാറുന്നത്. രാവണ രാജ്യത്തിൽ നമ്മൾ പൂജാരിയായി മാറുന്നു. രാമരാജ്യത്തിൽ പൂജ്യരായിരുന്നു. ഇപ്പോൾ രാവണ രാജ്യത്തിന്റെ അവസാനമാണ്. നമ്മൾ പൂജാരിയിൽ നിന്ന് വീണ്ടും പൂജ്യരായി മാറുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിന്റെ വഴി മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. വൃദ്ധരായവർക്കും ഈ സേവനം ചെയ്യണം. മിത്രസംബന്ധികൾക്കും ബാബയുടെ പരിചയം നൽകൂ. പറയൂ, ശിവബാബ പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരിയായി മാറും. നിരാകാരനായ ശിവബാബ, സർവരുടെ സദ്ഗതി ദാതാവായ ബാബ എല്ലാ ആത്മാക്കളോടും പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സത്തോ പ്രധാനമായി മാറും. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ സഹജമാണല്ലോ. വയസ്സായവർക്കും ഈ സേവനം ചെയ്യാൻ സാധിക്കുന്നു. മുഖ്യ കാര്യം തന്നെ ഇതാണ്. വിവാഹത്തിനോ എവിടെ വേണമെങ്കിലോ പോകാം. കാതിൽ ഈ കാര്യങ്ങൾ കേൾപ്പിക്കൂ. ഗീതയുടെ ഭഗവാൻ പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ. ഈ കാര്യം എല്ലാവരും ഇഷ്ടപ്പെടും. കൂടുതൽ സംസാരിക്കേണ്ടതിന്റെ ആവശ്യമില്ല. കേവലം ബാബയുടെ സന്ദേശം നൽകണം. ബാബ പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ. ശരി, ഇങ്ങനെ മനസ്സിലാക്കൂ. ഭഗവാൻ പ്രേരിപ്പിക്കുകയാണ്. സ്വപ്നത്തിൽ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ശബ്ദം കേൾക്കാൻ കഴിയുന്നു. ബാബ പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സത്തോ പ്രധാനമായി മാറും. നിങ്ങൾ സ്വയവും ഇതേ ചിന്തനം ചെയ്തുകൊണ്ടിരിക്കൂ, എങ്കിൽ തോണി അക്കരെ എത്തും. നമ്മൾ പ്രാക്ടിക്കലിൽ പരിധിയില്ലാത്ത ബാബയുടേതായി മാറിയിരിക്കുന്നു. ബാബയിൽ നിന്ന് 21 ജന്മങ്ങളുടെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ സന്തോഷമുണ്ടായിരിക്കണമല്ലോ. ബാബയെ മറക്കുന്നതിലൂടെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ബാബ എത്ര സഹജമായാണ് പറഞ്ഞു തരുന്നത്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ എല്ലാവരും മനസ്സിലാക്കും ഇവർക്ക് ഉറപ്പായും ശരിയായ വഴി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന്. ഈ വഴി ആർക്കും ഒരിക്കലും പറഞ്ഞു തരാൻ സാധിക്കില്ല. സമയം ഇങ്ങനെയുള്ളതാകും, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു വരാനേ സാധിക്കാത്ത തരത്തിൽ. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ശരീരം ഉപേക്ഷിക്കും. അവസാന കാലത്ത് ആരാണോ ശിവബാബയെ സ്മരിക്കുന്നത്, പിന്നീട് നാരായണ കുലത്തിൽ ജനിക്കും. ലക്ഷ്മി നാരായണന്റെ കുലത്തിൽ വരും. ഇടയ്ക്കിടയ്ക്ക് രാജ്യഭാഗ്യം നേടും. ഇത്രമാത്രം കേവലം ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കൂ. ഓർമ്മിക്കാതെ എങ്ങനെ സ്നേഹിക്കും? സുഖം ലഭിക്കുന്നു, അപ്പോൾ ഓർമ്മിക്കാൻ തുടങ്ങുന്നു. ദുഃഖം നൽകുന്നവരെ സ്നേഹിക്കുകയില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. അതുകൊണ്ട് എന്നെ സ്നേഹിക്കൂ. ബാബയുടെ നിർദ്ദേശത്തിലൂടെ നടക്കണമല്ലോ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. പഠനത്തിൽ ഒരിക്കലും ഉപേക്ഷ കാണിക്കരുത്. യുദ്ധത്തിനു മുൻപ് ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്ത് നേടണം. 2. ശ്രീമതമനുസരിച്ച് ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കണം.
വരദാനം: സങ്കല്പം, ഭാവന, സ്മൃതിയിലൂടെ വ്യർത്ഥത്തെ സമാപ്തമാക്കുന്ന സത്യമായ സമ്പൂർണ്ണ പവിത്ര ബ്രാഹ്മണനായി ഭവിക്കട്ടെ. തന്റെ സങ്കല്പം, ഭാവന, സ്മൃതി ഇവ പരിശോധിക്കൂ. കുറച്ച് തെറ്റ് പറ്റിപ്പോയി, പശ്ചാത്തപിച്ചു, മാപ്പ് ചോദിച്ചു, ക്ഷമിച്ചു. ഇങ്ങനെയാകരുത്. എത്ര തന്നെ ആര് മാപ്പ് ചോദിച്ചാലും എന്ത് പാപം അഥവാ വ്യർത്ഥകർമ്മം ചെയ്തു പോയോ അതിന്റെ അടയാളം മായുകയില്ല. രജിസ്റ്റർ സ്വച്ഛവും ശുദ്ധവും ആകില്ല. കേവലം ഈ ആചാര രീതി അവലംബമാക്കരുത്. മറിച്ച് സ്മൃതിയുണ്ടായിരിക്കണം, ഞാൻ സമ്പൂർണ്ണ പവിത്ര ബ്രാഹ്മണനാണ്. അപവിത്രത സങ്കല്പം, ഭാവന, സ്മൃതിയെപ്പോലും സ്പർശിക്കരുത്. ഇതിനു വേണ്ടി ഓരോ ചുവടിലും ശ്രദ്ധ കൊടുക്കൂ. സ്ലോഗൻ: ബാബയുടെ കൂട്ടുകെട്ടിനെ ഉപയോഗിക്കൂ, എങ്കിൽ ഒരിക്കലും നിരാശരാകില്ല. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ പവിത്രമാകൂ. പവിത്രതയുടെ രഹസ്യം പ്രാക്ടിക്കലിൽ കൊണ്ടുവരൂ. അതായത് സങ്കല്പ രൂപത്തിൽ പോലും 5 വികാരങ്ങൾക്ക് മേൽ വിജയിയാകൂ. വ്യർത്ഥ സങ്കല്പം ക്രോധത്തെയും ജനിപ്പിക്കുന്നു എങ്കിൽ കാമം, അതായത് ഏതെങ്കിലും ആത്മാക്കളെ പ്രതി അഥവാ വ്യർത്ഥ ദൃഷ്ടിയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പവിത്രത ഉണ്ടെന്ന് അംഗീകരിക്കില്ല. അതിനാൽ ഈ വ്യർത്ഥ സങ്കല്പത്തെ ബാബയുടെ സ്നേഹത്തിന് മുന്നിൽ ബലിയർപ്പിക്കൂ. ഓം ശാന്തി.